എടോ പാലം കഴിഞ്ഞ ഉടനെ കാണാം. താനിങ്ങി പോന്നാ മതി. ഓക്കെ. ബുദ്ധിമുട്ടിക്കാനായിട്ട് ഓരോരുത്തന്മാര് സിനിമ എടുത്തോളൂ. ഷോർട്ട് റെഡി എന്ന് പറഞ്ഞിട്ട് അവിടെ ലൈറ്റ് ഒന്നും നിർത്തി കഴിഞ്ഞിട്ടുള്ളൂ. സോറി സാർ. എങ്ങനെ മലയാള സിനിമയുടെ ബഡ്ജറ്റ് കൂടെ ആയിരിക്കുന്നത്? സോറി സാർ. എന്നിട്ട് ഞാൻ റെമ്യൂണറേഷൻ കുറയ്ക്കണം പോലും. ഇരിക്കും. സോറി സാർ. ഓളോ ഫോൺ താ. വിളിക്കാമേ. എവിടെ വരുന്നുണ്ട്, ഞാൻ വിളിക്കാം. അതെ, മുകളിലോട്ടെങ്കിൽ കയറി പോന്നാ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇപ്പോൾ വരും, ഇപ്പോൾ വരും. ഇരിക്കൂ. എന്തോ ടെൻഷൻ ഉള്ള പോലെ? ടെൻഷനൊന്നും വേണ്ടട്ടോ. കമ്മിറ്റ് ചെയ്ത് പടം വിടുന്ന പരിപാടിയൊക്കെ ഞാൻ നിർത്തി. സന്ദീപ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. രാഹുൽ കമ്മിറ്റ് ചെയ്തൊരു പടം ഏറനാട്ടിലെ ഒരു ചേകവനായിട്ട്. അത് ചിലപ്പോൾ കുറച്ചങ്ങോട്ട് തള്ളും. അല്ല, അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ തുടങ്ങാനിരുന്ന പടത്തിന് ചെറിയ കറക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ 2 മാസം ഗ്യാപ്പ് എന്തായാലും വരും. ഇപ്പം എൻ്റെ ഒരു കരിയറിൽ അങ്ങനെ ഒരു ഗ്യാപ്പ് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോ ആ ഗ്യാപ്പിൽ നമ്മൾ നമ്മുടെ പടം ചെയ്യുന്നു. ഹാപ്പി ആയില്ലേ? ചിരിക്കൂ. സാർ ആ റെഡിയാണ് സാർ. ശരിക്കും ഷോട്ട് റെഡിയാണോ? ഇപ്രാവശ്യം റെഡിയാണ് സാർ. അവിടെ ചെന്ന് ഷോട്ട് എങ്ങാനും റെഡി അല്ലെങ്കിൽ ഞാൻ ഈ പടം മുടക്കൂട്ടാ. ഇവിടുന്ന് ഇറങ്ങി. എടാ ഇവിടുന്ന് ഇറങ്ങിടാ. റെഡിയല്ലേ? ഇവിടെ രാവിലെ സീൻ എഴുതി വൈകിട്ട് ഷൂട്ട് അടക്കുന്ന കാലമാണ് ഇപ്പോൾ. ഞാൻ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഒന്നിരുന്നേ ശരിയാക്കുന്ന കാര്യമുള്ളൂ. നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും. രതീഷേ വെറുതെ വന്നേ. ആ സാർ. ഓക്കെ അല്ലേ? ഓക്കെ. ആ എവിടെയാണ്? അവിടെയാണ് സാർ. അതാണ് അവിടെ ഇരിക്കണം. ഡയറക്ടറാണ് സാർ. എന്റെ പറ. ആ ഡയറക്ടറാണ്. എന്നാലും ഷോട്ട് എന്താണ്? ലൈറ്റൊക്കെ ഓക്കെയാണോ? എടോ ട്രാക്ക് ഇങ്ങോട്ടേക്ക് മാറ്റിയോ? എടോ എന്റെ റൈറ്റ് പ്രൊഫൈലാണ് നല്ലത്. ട്രാക്ക് വിളിക്കേണ്ടി വരും കേട്ടോ. ഇതാണ് ഈ ഡയലോഗ് ഞാൻ മാറ്റാൻ പറഞ്ഞാണല്ലോ. മാറ്റി ഒന്നും ചെയ്യാവുന്നില്ല. ആ കുട്ടികളിരുന്നോ. താൻ ടെൻഷൻ അടിക്കാതല്ലോ. പെട്ടെന്ന് നല്ലൊരു ടീം സെറ്റ് ചെയ്യാൻ നോക്കും. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, വി ക്യാൻ ഡു ഇറ്റ്. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. പുള്ളി പറഞ്ഞ പോലെ ഒരു നല്ലൊരു ചീഫിനെ വെച്ചിട്ട് നല്ലൊരു ടീം സെറ്റ് ചെയ്താൽ പോരെ. പുള്ളി പണിയെടുക്കട്ടെന്ന്. പിന്നെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റി വേറെ ആർക്കും കൊടുക്കല്ലേ. അത് പറ്റില്ല. അയ്യോ എന്താ ചേച്ചി? നീയല്ല എൻ്റെ പടത്തെ ചീഫ് അസോസിയേറ്റ്. ഞാനാ? ആ തമാശക്ക് ചേച്ചി പോയി ചായ പിടിച്ച് പണിയുണ്ട്. ചീഫാരാന്ന് കാണിച്ചു. ഡോക്ടർ പോവാന്ന് പറഞ്ഞിട്ട് എന്താ ഇറങ്ങാ? ഒരു പേഷ്യന്റ് കൗൺസിലിങ്ങിന് വരുമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അവർ വരുമെന്ന് തോന്നുന്നില്ല. എന്നാ ഞാൻ റിസപ്ഷനിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചു നോക്കിയാലോ? വിളിച്ചു നോക്കൊന്നും വേണ്ട. അവർ സമയം എടുക്കട്ടെ. എങ്കിൽ പിന്നെ ചിലപ്പോൾ അവർ തീരുമാനിച്ചിട്ടുണ്ടാവും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാന്ന്. അങ്ങനെ പെട്ടെന്ന് മാറുന്നൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സിസ്റ്റർ ക്ലോസ് ചെയ്തോളൂ, ഞാൻ ഇറങ്ങി. ശരി ഡോക്ടർ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. എടേ കുഞ്ഞേ, നിന്നെ നോക്കാനാണെന്നും പറഞ്ഞാൽ ഞാൻ അവിടെ എല്ലാം പൂട്ടിയിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. നീ രാവിലെ മുതൽ ഈ നേരം വരെ ഇങ്ങനെ അലച്ചിലാണെങ്കിൽ ഞാൻ പിന്നെ എന്നാത്തിനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്? ഞാൻ അങ്ങ് പോയേക്കാം. അതിന് എന്നെ നോക്കാൻ വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. വലിയ ഓഫീസ് ജോലിയൊന്നും അല്ലല്ലോ മോളെ. നിനക്ക് തോന്നുമ്പോ ചെയ്താ പോരെ. എനിക്കിപ്പോ ഇത് ചെയ്യാനാ തോന്നമേ. അതെങ്ങനെയാ ശരിയാവുന്നത് കൊച്ചേ? മര്യാദയ്ക്ക് വിശ്രമിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിലല്ലേ കൊച്ചിന് ഗുണമുണ്ടാവും. അതൊന്നും ശരിയാവില്ല. ഞങ്ങളിത് വേണ്ടെന്ന് വെക്കാം. എന്താ എന്നാ വർത്തമാനമാണ് ഈ പറയുന്നത്? വർഷം 1 കഴിഞ്ഞപ്പോഴെങ്കിലും നിനക്കല്പം വകതിരിവ് വന്ന് കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. നീ ഇതിലുള്ള താങ്ങുവാണോ? നീയൊക്കെ ഒരാണാണോടാ? എനിക്കിത് വേണം തന്നെയാണ്. ഇതൊന്നും നിന്റെ കുഴപ്പം കൊണ്ടല്ല, നിന്റെ അപ്പന്റെ കുഴപ്പമാ. പെമ്പിള്ളാരെ വളർത്താൻ അറിയണം. വെറുതെ എന്റെ അപ്പനെ പറയണ്ട. ഓഹോ, അപ്പനെ പറഞ്ഞപ്പോ നിനക്ക് കൊണ്ടു അല്ലേ? എടി, അതാണ് മക്കള് കേട്ടോ. ചെറുപ്പത്തിൽ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അപ്പനമ്മമാര് ചോദിക്കാൻ ചെല്ലുകയല്ലേ?
അതുപോലെ പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും വരേണ്ട ആൾക്കാരായി ഈ മക്കള്. ഓ, അതൊന്നും നിനക്കിപ്പോ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അമ്മയോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്ര നാൾ അമ്മ ജീവിതത്തിൽ എന്താ ചെയ്തത്? ചേച്ചിയും ഇവനെ വളർത്തി വലുതാക്കിയതല്ലാണ്ട്. അതൊരു ചെറിയ കാര്യമാണോ? സാറാ നിർത്ത്. അത് അമ്മയ്ക്ക് വലിയൊരു കാര്യമായിരിക്കും, അത് അമ്മയ്ക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. പക്ഷെ എന്റെ സന്തോഷം അത് തന്നെ ആയിരിക്കണം. നമ്മ വാശി പിടിക്കില്ലേ? അമ്മച്ചൊരു ആയുസിന്റെ പകുതിയും ഇവർ വളർത്തി വലുതാക്കാൻ എടുത്തില്ലേ? ഇപ്പൊ അമ്മച്ച എവിടെയുണ്ട്? ഒറ്റയ്ക്കൊരു വലിയ വീട്ടിൽ. എന്തെങ്കിലും സംഭവിച്ച പോലെ എത്തിപ്പെടാൻ ആരുമില്ല. ഇത്രയും വർഷമായില്ലേ മക്കളെ രണ്ടാളും കൊച്ചിയിൽ സെറ്റിലായിട്ട്. എന്നിട്ട് ഇവരാരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ചോദിച്ചോ, അമ്മച്ചി ഇനി ഞങ്ങളുടെ കൂടെ വന്ന് നിൽക്കുമെന്ന്? അതെ, നിനക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കേണ്ട എന്നോടാണ്, അല്ലാതെ അമ്മച്ചി അടുത്തല്ല. എല്ലാം അറിയണത് എന്നോട് ഞാൻ എന്ത് പറയാനാ ജീവൻ? അമ്മച്ചിക്ക് പിന്നെ അത് അറിയില്ലെന്നെങ്കിലും വെക്കാം. സാറാ ശരിയാണ്, കൊച്ചുങ്ങൾ വേണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ അന്നത്തെ മാനസികാവസ്ഥയല്ല ഇപ്പോഴത്തെ മാനസികാവസ്ഥ. പക്വത വന്നയാണോ അല്ലെങ്കിൽ പ്രായം കൂടി വരുന്നതാണോ എനിക്കറിയില്ല. 2 കൊല്ലം മുമ്പുള്ള ആളെ അല്ല നീ ഇപ്പോൾ. എനിക്കറിയാം, നീ കരിയറിൽ ഒരുപാട് ഉയർന്നു, മെച്ചുവേർഡായി, സെറ്റിൽഡായി. അപ്പം നിനക്ക് പക്വത വെച്ചെന്നും അച്ഛനോളെ പ്രായമായി എന്നൊക്കെ തോന്നും. അപ്പം എൻ്റെ കാര്യമോ, എൻ്റെ കരിയറോ? ഞാൻ ഇതായിട്ട് മുന്നോട്ട് പോയാൽ ഞാൻ 2 കൊല്ലം മുന്നേ എവിടെയായിരുന്നു അവിടെ തന്നെ ഞാൻ തിരിച്ചെത്തും. നീ തന്നെ എന്നോട് ചിറകുയർത്തി പറക്കാനും പറയും. ഞാനൊന്ന് എണീക്കാറാവുമ്പോഴേക്കും എൻ്റെ വയറ്റിന് ചുറ്റും ഒരു കല്ല് കെട്ടിത്തരും അല്ലേ? സാറാ ദേ എല്ലാവരും ഹാപ്പിയാണ്. നിന്റെ പപ്പ, നിന്റെ മമ്മി, എൻ്റെ അമ്മച്ചി, എൻ്റെ ചേച്ചി, എല്ലാവരുടെയും ഹാപ്പിനെസ് നീ കെടുത്തണം. അപ്പൊ എൻ്റെ ഹാപ്പിനെസ്സോ? ഞാൻ 2 കൊല്ലം സ്വപ്നം കണ്ട എൻ്റെ സിനിമയോ? ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞ് ഇതൊക്കെ മാറും, എല്ലാരും കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ നീ പറഞ്ഞു നീ മാറില്ലാന്ന്. നീ എല്ലാവരും സന്തോഷപ്പറ്റി പറയണ്ടല്ലോ, അപ്പൊ എന്റെ സന്തോഷോ? നീ ഇങ്ങനെ പഴയ നില കൂടെ കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ, എന്നിട്ട് എന്താ വെച്ചാ ചെയ്. ഹലോ. ഹലോ, പപ്പ ഉറങ്ങായിരുന്നോ? ഇല്ല മോളെ, പപ്പ പശുവിനെ കറക്കായിരുന്നു. ഈ സമയത്ത് കയറുന്ന നല്ല പാല് കിട്ടുമല്ലോ. പപ്പയ്ക്ക് എന്നോട് ദേഷ്യമാണോ? എന്തിന്? അല്ല, ഞാൻ ഫോൺ എടുക്കാത്തതിന്. നീ വിളിച്ചിട്ട് എത്ര സിനിമാക്കാർ ഫോൺ എടുത്തിട്ടില്ല, എന്നിട്ട് നീ അവർ വെച്ച് സിനിമ ചെയ്യുന്നില്ലേ? ഇതൊക്കെ ശീലമായിക്കോളും. ഞാൻ എന്താ ചെയ്യണ്ട പപ്പ? മോളെ, നീ എഴുതിയ സ്ക്രിപ്റ്റ് നീ പലർക്കും വായിക്കാൻ കൊടുക്കും, അവർ പല അഭിപ്രായവും പറയും. പക്ഷേ നിന്റെ മനസ്സിലുള്ള ക്ലൈമാക്സേ നീ എഴുതാറുള്ളൂ. നീ ധൈര്യമായിട്ട് സീൻ എഴുതിക്കോ, എന്തായാലും പപ്പ ഓക്കെയാണ്. ശരി, പോയി കിടന്ന് ഉറക്കം വെച്ചേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.